കല്യാണം കഴിച്ചാലും കഴിച്ചില്ലേലും ഈ പറയുന്നവർക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഇവരുടെ അത് പറയുന്നുണ്ട്. ഞാനൊരു കാര്യം ചോദിച്ചത്, കല്യാണം കഴിച്ചാലും കഴിച്ചില്ലേലും ഈ പറയുന്നവർക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഇവരുടെ വീട്ടിൽ നല്ലല്ലോ. എനിക്ക് ഈ പറയുന്ന ആരെങ്കിലും കൊണ്ട് എല്ലാം കൊണ്ട് തരുന്നുണ്ടോ? അതുമില്ല. ഇവര് എന്തെങ്കിലുമൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കും. ഞാൻ എന്തായാലും ഇന്നീ നിമിഷവും സുധിച്ചേട്ടൻ്റെ വൈഫായിട്ട് തന്നെയാണ് നിൽക്കുന്നത്. ഞാൻ വേറെ കല്യാണം കഴിച്ചിട്ടില്ല എന്നാണ്. വേറെ കല്യാണം കഴിക്കാൻ താല്പര്യമില്ല? ഒരു താല്പര്യമില്ല, ഇതുവരെ ഇല്ല. അതെ, ഇല്ല, ഇതുവരെ ഇല്ല. എനിക്ക് ഇതുവരെയായിട്ട് സത്യം പറഞ്ഞാൽ പ്രിയ പ്രേക്ഷകരെ വേറെ പുതിയ കല്യാണം കഴിക്കാനൊന്നും ഒരു താല്പര്യവും ഇല്ല, ഇതുവരെ ഇല്ല. ഇനി അതിന്റെ പേരിൽ ഇനി അതിൻ്റെ കമന്റ് വരും, ഇതുവരെ ഇല്ല, ഇനി നാളെ ഉണ്ടാവും. നാളത്തെ കാര്യം ദൈവത്തിന്റെ കയ്യിലാണ്. നാളെ നമ്മൾ ഉണ്ടോ ഇല്ലയോ എന്ന് തന്നെ ദൈവത്തിനെ അറിയുന്നത്. അടുത്ത നിമിഷം ചേട്ടൻ്റെ ഓർമ്മയുണ്ട്, ഓർമ്മ നന്നായിട്ടുണ്ട് ചേട്ടൻ്റെ. ഓരോ ദിവസം നമ്മളത് പറയുന്നില്ലെന്നേ ഉള്ളൂ, പക്ഷെ എന്നും ഓർമ്മയുണ്ട് ചേട്ടൻ്റെ. എന്നും ഇപ്പോൾ ഓർത്ത് കരയാനോ അല്ലെങ്കിൽ അതൊന്നും നമുക്ക് പറ്റത്തില്ല. നമ്മൾ മനുഷ്യരാണ്, മറക്കേണ്ട കാര്യങ്ങൾ മറക്കണം. പക്ഷെ എന്നാലും വിഷമിക്കുന്ന കാര്യങ്ങൾ മറന്നാലും നമ്മളെന്നും ചേട്ടൻ്റെ ഓർമ്മയിൽ തന്നെ ജീവിക്കുന്നു. ഇന്നത്തെ സമൂഹത്തിന്റെ ധാരണയാണ് ഇപ്പം ഹസ്ബൻഡ് മരണപ്പെട്ടു പോയാൽ റീൽസ് ചെയ്തുകൂടാ. ഞാൻ നിർത്തിയതായിരുന്നു റീൽസ്. അത് പറഞ്ഞപ്പോൾ ഞാൻ കുറച്ച് നാൾ മുന്നേ നിർത്തിയതായിരുന്നു. പിന്നെ എനിക്ക് അങ്ങ് വാശിയായിപ്പോയി, ഞാൻ ചെയ്തു തുടങ്ങി റീൽസ്. എൻ്റെ മൈൻഡ് ഇതാക്കണ്ടേ? എന്തിനാ മറ്റുള്ളവർ അവനവൻ്റെ സന്തോഷം കണ്ടെത്തുന്നു, ഞാൻ അവിടെ ഇരുന്ന് കരഞ്ഞുകൊണ്ടിരുന്നിട്ട് കാര്യമില്ലല്ലോ. അപ്പം എനിക്കതുകൊണ്ട് എന്നെ സപ്പോർട്ട് ചെയ്യുന്ന എന്താ പറയുക 10% പേരാണ്, അത് മതി. ഉണ്ട് 10 പേരുണ്ട്, അല്ലെങ്കിൽ 10% പേര് എൻ്റെ കൂടെ 1% എങ്കിലും സപ്പോർട്ട് ചെയ്യുന്നവരുണ്ടെങ്കിൽ ഞാൻ ഹാപ്പിയാണ്. ബാക്കിയുള്ളവരും എനിക്ക് ഞാനത് മൈൻഡ് ചെയ്യത്തില്ല. ഞാൻ എൻ്റെ ടൈം കളയാൻ വേണ്ടി റീൽസ് ചെയ്യുന്നു. പുതിയ ഇത് ഇന്നത്തെ ഈ സീസണിൽ ഈ നാടകമാണ് ചെയ്യുന്നല്ലേ? ഒരു സീസണിൽ ഈ നാടകമാണ് ചെയ്യുന്നത്. വേറെ ബുക്കിംഗ് അടുത്ത പ്രോഗ്രാം ഒക്കെ ഉണ്ട്, അത് അവർക്കേ അറിയത്തുള്ളൂ, വേണ്ടപ്പെട്ടവർക്കേ അറിയത്തുള്ളൂ. ഓക്കെ, താങ്ക്സ് മാഡം. ശരി.